സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോർത്ത് മൊഡ്യൂളിലെ റിഗ്രഷൻ ആൻഡ് കാറ്റഗറി അനാലിസിസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് 4 സ്റ്റെപ്പ് മോഡലിംഗ്, എന്തൊക്കെയാണ് അതിൻ്റെ 4 സ്റ്റെപ്സ്, ട്രിപ്പ് ജനറേഷൻ, ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ, ട്രിപ്പ് അസൈൻമെൻറ്റ്, മോഡൽ സ്പ്ലിറ്റ്, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ട്രിപ്പ് ജനറേഷനെ കുറിച്ച്, ട്രിപ്പ് പ്രൊഡക്ഷനും അതുപോലെ തന്നെ ട്രിപ്പ് അട്രാക്ഷനെ കുറിച്ചും നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. ഇപ്പോൾ ഇൻട്രൊഡക്ഷനായിട്ട് വാട്ട് ഈസ് മോഡലിംഗ് എ ട്രിപ്പ് പ്രൊഡക്ഷൻ, എന്താണ് ട്രിപ്പ് പ്രൊഡക്ഷൻ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ. മോഡലിംഗ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. മോഡലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും റിലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മോഡലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് ട്രിപ്പ് പ്രൊഡക്ഷൻ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റിലേറ്റിംഗ് ട്രിപ്പ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഹൗസ് ഹോൾഡ്. ഹൗസ് ഹോൾഡാണ് മേജർ ട്രിപ്പ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ടു ദി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ട്രിപ്പ് പ്രൊഡക്ഷൻ by appropriate analytical technique is known as trip production modeling. അപ്പോൾ ട്രിപ്പ് പ്രൊഡക്ഷൻ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ എത്ര ട്രിപ്പ് പ്രൊഡ്യൂസ് ചെയ്തു ബൈ എ ഹൗസ് ഹോൾഡ് ഈസ് റിലേറ്റഡ് വിത്ത് ദി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ട്രിപ്പ് പ്രൊഡക്ഷൻ. അത് നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അനലിറ്റിക്കൽ ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതാണ് നമ്മൾ കാറ്റഗറി അനാലിസിസും അതുപോലെ തന്നെ റിഗ്രഷൻ മോഡലിംഗ്, അത് അതിൻ്റെ അനലിറ്റിക്കൽ ടെക്നിക്സ് ആണ്. മോഡലിങ്ങിൻ്റെ അനലിറ്റിക്കൽ ടെക്നിക്സ് ആണ് റിഗ്രഷൻ ആൻഡ് കാറ്റഗറി അനാലിസിസ്. ഇനി ലാർജ് ട്രാൻസ്പോർട്ടേഷൻ സ്റ്റഡീസ് ഹാവ് ഷോൺ ദാറ്റ് ദ ഫോളോയിങ് വേരിയബിൾ റെപ്രസെൻറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് റിലേറ്റഡ് ടു ട്രിപ്പ് പ്രൊഡക്ഷൻ. ഇനി ട്രിപ്പ് പ്രൊഡക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഹൗസ് ഹോൾഡാണ് ട്രിപ്പിനെ മേജറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ട്രിപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മേജർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹൗസ് ഹോൾഡാണ്. അപ്പോൾ ഹൗസ് ഹോൾഡിൻ്റെ സെർട്ടൈൻ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ത് തീരുമാനിക്കുന്നത്, ട്രിപ്പ് പ്രൊഡക്ഷൻ റേറ്റ് തീരുമാനിക്കുന്നത്. എത്ര കണ്ട് ട്രിപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നു തീരുമാനിക്കുന്നത് ഇറ്റ് ഈസ് ഹൗസ് ഹോൾഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ സ്റ്റഡിയിലെല്ലാം കുറേ ട്രാൻസ്പോർട്ടേഷൻ സ്റ്റഡീസിലെല്ലാം നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് ഹൗസ് ഹോൾഡ് സൈസ് ആൻഡ് കോമ്പോസിഷൻ. ഹൗസ് ഹോൾഡ് സൈസ് എന്ന് പറഞ്ഞാൽ എത്ര അംഗങ്ങളുണ്ട്, കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഏജ് കോമ്പോസിഷനാണ്. യങ്ങർ ജനറേഷൻ എത്രയുണ്ട്, കൂടുതലായിട്ട് ഓൾഡർ ജനറേഷനാണോ ഉള്ളത്, ഇതെല്ലാം അതിൻ്റെ ട്രിപ്പ് പ്രൊഡക്ഷൻ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് യങ്ങർ ജനറേഷൻ കൂടുതലായിട്ടുള്ള ഒരു ഹൗസ് ആണെങ്കിൽ അവിടെ കൂടുതലായിട്ട് ട്രിപ്പ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്പർ ഓഫ് എംപ്ലോയ്ഡ് പേഴ്സൺസ് പറയാം. എംപ്ലോയ്ഡ് പേഴ്സൺസിൻ്റെ ഒരു കൂടുതലായിട്ട് ജോബ് ട്രിപ്സ് ഉണ്ടാവും. നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൂടുതലുണ്ടായാലും എഡ്യൂക്കേഷൻ ട്രിപ്സ് കൂടുതലായിട്ടുണ്ടാവും. ഹൗസ് ഹോൾഡ് ഇൻകം പലതരത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവരെ ഷോപ്പിംഗ് ട്രിപ്സ് അതുപോലെ തന്നെ ബാക്കിയുള്ള ട്രിപ്സ് എല്ലാം ഇൻകത്തിനെ ബേസ് ചെയ്താണുള്ളത്. വെഹിക്കിൾ ഓണർഷിപ്പ്, ഇതെല്ലാം ട്രിപ്പിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി ട്രിപ്പ് മോഡലിംഗ് ആസ് എൻ എസെൻസ്, ദാറ്റ് ഈസ് നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ഇറ്റ് ഇൻവോൾവ്സ് റിലേറ്റിംഗ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. മോഡലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും സെർട്ടൻ റിലേഷൻ വെച്ചിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മോഡലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രിപ്പ് പ്രൊഡക്ഷൻ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഈസ് ട്രിപ്പ് പ്രൊഡക്ഷൻ. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു certain independent variables. Independent variable here is factors representing household characteristics. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഹൗസ് ഹോൾഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്ത് ഈ ട്രിപ്പ് പ്രൊഡക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഇനി 2 മെത്തേഡ്സാണ് നമ്മൾ മോഡൽ അനാലിസിസിൻ്റെ 2 മെത്തേഡ്സാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. റിഗ്രഷൻ അനാലിസിസ്. Regression analysis is the
മോസ്റ്റ് കോമൺലി യൂസ്ഡ് അനലിറ്റിക്കൽ ടൂൾ ഫോർ ദി ട്രിപ്പ് പ്രൊഡക്ഷൻ മോഡൽ. ട്രിപ്പ് പ്രൊഡക്ഷൻ മോഡലിങ്ങിന് ഉപയോഗിക്കുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള അനലിറ്റിക്കൽ ടൂൾ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് റിഗ്രഷൻ അനാലിസിസ് ആണ്. റിഗ്രഷൻ അനാലിസിസ് നമ്മൾ ചെയ്യുന്നത് ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും എ സെറ്റ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ റിഗ്രഷൻ മോഡൽസ് ഡിഫറെൻറ്റ് മോഡൽസ് ഉണ്ട്. നമുക്ക് ലീനിയർ ആയിട്ട് റിലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കർവ്ഡ് ആയിട്ട് റിലേറ്റ് ചെയ്യാം. ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും തമ്മിൽ ലീനിയർ റിലേഷൻ ഉണ്ടാവാം, കർവ്ഡ് ആയിട്ടുള്ള റിലേഷൻസ് ഉണ്ടാവാം. ഏത് ടൈപ്പാണെന്ന് തീരുമാനിക്കുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ അവർ എക്സ്പീരിയൻസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഇനി നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡലാണ്. മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡൽ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിലാണ് മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡൽസ്. ദാറ്റ് ഈസ് ട്രിപ്പ് റെഡ്യൂസ്ഡ് ആണ് ഇവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിട്ട് വരുന്നത്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഒന്നിൽ കൂടുതൽ വരാം. അങ്ങനത്തെ കേസാണ് മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡൽസ്. ഇനി ട്രിപ്പ് പ്രൊഡക്ഷൻ regression model, the dependent variable can estimate either total trip produced by a zone if it is aggregate model. അപ്പോൾ രണ്ട് തരത്തിലുള്ള മോഡൽസ് ആവാം. അഗ്രിഗേറ്റ് മോഡൽ ആവാം, അതുപോലെ തന്നെ ഹൗസ് ഹോൾഡ് മോഡൽ ആവാം. ദാറ്റ് ഈസ് അഗ്രിഗേറ്റ് മോഡൽ ബേസ് ചെയ്തിട്ടുള്ള സോൺസിനെ ബേസ് ചെയ്തിട്ടാണ് അഗ്രിഗേറ്റ് മോഡൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതിൽ സോൺസിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ നമ്പർ ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ട്രിപ്പ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ സോൺ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ അതിൽ സോൺസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇനി ഹൗസ് ഹോൾഡ് മോഡൽ എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇറ്റ് ഈസ് നമ്പർ ഓഫ് ട്രിപ്പ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ഹൗസ് ഹോൾഡ്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഹൗസ് ഹോൾഡ് ക്യാരക്ടറിസ്റ്റിക്സും ആണ്. ഇനി മോഡൽ കാലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മോഡൽ കാലിബ്രേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നമ്മൾ മോഡൽ കാലിബ്രേഷന് വേണ്ടി നമ്മൾ കുറേ ഡാറ്റ കളക്ട് ചെയ്യണം. എത്ര ട്രിപ്പ് പ്രൊഡ്യൂസ് ചെയ്തു, എന്തൊക്കെയാണ് അതിൻ്റെ സോണൽ ഫീച്ചേഴ്സ്, സോണൽ ക്യാരക്ടറിസ്റ്റിക്. സോൺ ബേസ്ഡ് ആണെങ്കിൽ നമ്മൾ സോൺ ക്യാരക്ടറിസ്റ്റിക്സ്, ഹൗസ് ബേസ്ഡ് ആണെങ്കിൽ എത്ര നമ്പർ ഓഫ് ട്രിപ്സ് ഒരു ഹൗസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഹൗസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ നമ്മൾ കുറേ ഡാറ്റ കളക്ട് ചെയ്യും. ഈ ഡാറ്റ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എത്ര ട്രിപ്പ് പ്രൊഡ്യൂസ് ചെയ്തു അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും തമ്മിൽ നമ്മൾ റിലേറ്റ് ചെയ്യണം. ഈ റിലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മോഡൽ കാലിബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ ദി കേസ് ഓഫ് മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡൽസ് ഓഫ് ട്രിപ്പ് അട്രാക്റ്റീവ്നെസ്, the independent variable consists of non-residential attributes. ഇനി ട്രിപ്പ് അട്രാക്റ്റീവ്നെസ്സിൻ്റെ മോഡലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ നമ്മൾ നോൺ റെസിഡൻഷ്യൽ അട്രിബ്യൂട്ട്സ് നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. ഇനി ഒരു റിഗ്രഷൻ മോഡലിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ കേസ്. ഒറ്റ വേരിയബിൾ മാത്രമുള്ള, ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മാത്രമുള്ള കേസ്. ദാറ്റ് ഈസ് നമ്മൾ കുറേ ഒബ്സർവേഷൻസ് എടുത്തിട്ടുണ്ട്. അസ്യൂം ദാറ്റ് ദ ഒബ്സർവേഷൻ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. നമ്മൾ ഈ എക്സാമ്പിൾ കൺസിഡർ ചെയ്യുന്നത് y എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. അതിന് നമ്മൾ ഒറ്റ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായിട്ടാണ് നമ്മൾ റിലേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ട്. വൈ എന്നുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ കുറേ ഡാറ്റ കളക്ട് ചെയ്യുന്നത്, നമ്പർ ഓഫ് ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ നമ്പർ ഓഫ് ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൈനെ എങ്ങനെ റിലേറ്റ് ചെയ്യാം? എ പ്ലസ് ബി എക്സ്, y ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് ലീനിയർ ആയിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യുന്നുണ്ട്. y എന്ന് പറഞ്ഞാൽ y എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് വാല്യൂ ഓഫ് y.
ആ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ എസ്റ്റിമേറ്റഡ് വാല്യൂ നമ്മൾ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, എസ്റ്റിമേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് വാല്യൂ ഓഫ് വൈ ആണ്. എ എന്ന് പറഞ്ഞാൽ ഇൻ്റർസെപ്റ്റ് കോൺസ്റ്റൻ്റ് ആണ്. ബി എന്ന് പറഞ്ഞാൽ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ഇതിന് പറയുന്ന പേരാണ്, ഈ ഇക്വേഷന് പറയുന്ന പേരാണ് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ ഇക്വേഷൻ. അപ്പോൾ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഈ ഉദാഹരണത്തിൽ ഒറ്റ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളേ ഉള്ളൂ, ദാറ്റ് ഈസ് എക്സ്. ഇവിടെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിട്ട് വരുന്നത് വൈ ആണ്. അപ്പോൾ വൈയും എക്സും തമ്മിൽ നമ്മൾ റിലേറ്റ് ചെയ്യുന്നത് ലീനിയർ ആയിട്ടാണ്. അപ്പോൾ ഇവിടെ വരുന്നത് സിമ്പിൾ ലീനിയർ റിഗ്രഷൻ ഇക്വേഷനാണ്. ദാറ്റ് ഈസ് വൈ ഇ ഈക്വൽ ടു പ്ലസ് ബി എക്സ്. വൈ എന്ന് പറഞ്ഞാൽ എസ്റ്റിമേറ്റഡ് വാല്യൂ ഓഫ് വൈ. നമ്മൾ മോഡൽ കണ്ടുപിടിക്കുന്ന വൈനെയാണ് ഇത് പറയുന്നത്, വൈ എന്ന് പറയുന്നത്. ഇനി ഫോർ ലീസ്റ്റ് സ്ക്വയർ ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ട് പി കണ്ടുപിടിക്കുന്നത് സിഗ്മ എക്സ് വൈ ഡിവൈഡഡ് ബൈ സിഗ്മ എക്സ് സ്ക്വയറും എ കണ്ടുപിടിക്കുന്നത് വൈ ബാർ മൈനസ് ബി എക്സ് ബാറുമാണ്. ഇനി സ്മോൾ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എക്സ് ബാർ ആണ്. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ എൻ നമ്പർ ഓഫ് വാല്യൂസ് ഉണ്ട്, അതിൻ്റെ ഒരു വാല്യൂ മൈനസ് എക്സ് ബാർ ആണെന്ത് സ്മോൾ എക്സ് എന്ന് പറയുന്നത്. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ മീൻ ഓഫ് എക്സ് ഒബ്സർവേഷൻ, എക്സിൻ്റെ മീനാണ്. വൈ എന്ന് പറഞ്ഞാൽ വൈ മൈനസ് വൈ ബാർ ആണ്. ദാറ്റ് ഈസ് വൈ ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് വൈൻ്റെ മീനെയാണ് വൈ ബാർ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ എങ്ങനെയാണ് ലീനിയർ റിലേറ്റ് ചെയ്തിട്ടുള്ളത്, അതിന് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് കാണിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മൾ എക്സും വൈൻ്റെയും ഡിഫറെൻറ്റ് ആ കുത്തിട്ടുള്ള പോയിൻറ്റ്സ് ഇട്ടുള്ളതാണ് എന്ത് എക്സിൻ്റെയും വൈൻ്റെയും ഡിഫറെൻറ്റ് വാല്യൂസ്. ഇനി ഇതിനെ നമ്മൾക്ക് റിലേറ്റ് ചെയ്യണം, വൈനും എക്സിനായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യണം. വൈനും എക്സിനായിട്ട് റിലേറ്റ് ചെയ്യുന്ന ലൈനാണ് ഇവിടെ കാണിച്ചിട്ടുള്ള ഈ പച്ച ലൈന്. ദാറ്റ് ഈസ് ഈ ലൈനാണ് നമ്മൾ റിഗ്രഷൻ വെച്ചിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മോസ്റ്റ് സ്യൂട്ടഡ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലൈനാണിത്. വൈ ഡി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡീവിയേഷനാണ്. ദാറ്റ് ഈസ് നമ്മൾ റിലേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂസും യഥാർത്ഥ വാല്യൂയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്താ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഇവിടെ അത് തന്നെയാണ് നമ്മൾ റിലേറ്റ് ചെയ്തിട്ടുള്ളതും നമ്മൾ കണ്ട എസ്റ്റിമേറ്റഡ് വാല്യൂയും അതുപോലെ തന്നെ യഥാർത്ഥ വാല്യൂയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്താ ഡീവിയേഷൻ. ദാറ്റ് ഈസ് വൈ ഈക്വൽ ടു എ പ്ലസ് ബി എക്സ്. ഡീവിയേഷൻ പോസിറ്റീവ് ആവാം, മുകളിലാവാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. ഇനി നമ്മൾ എത്ര കണ്ട് ഈ റിലേഷൻ ശരിയാണെന്ന് തീരുമാനിക്കുന്നത് ആർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ വെച്ചിട്ടാണ്. ആർ സ്ക്വയറിന് പറയുന്ന വാല്യൂ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്നാണ്. ദാറ്റ് ഈസ് ആർ സ്ക്വയർ എന്നുള്ള വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ റിലേഷൻ എത്ര കണ്ട് റിയലിസ്റ്റിക് ആണ് അല്ലെങ്കിൽ റിയലിസ്റ്റിക് അല്ല എന്ന് തീരുമാനിക്കുന്നത്. ആർ സ്ക്വയറിൻ്റെ വാല്യൂ വാരീസ് ബിറ്റ്വീൻ 0 to 1. ദാറ്റ് ഈസ് ആർ സ്ക്വയർ വാല്യൂ 0 to 1 ആണ് വേരി ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇഫ് ആർ സ്ക്വയർ വാല്യൂ ഇസ് 1 വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ഇറ്റ് ഈസ് ബെസ്റ്റ് ഫിറ്റ് എന്നാണ് അർത്ഥം വരുന്നത്. ഇനി ആർ സ്ക്വയർ വാല്യൂ 0 ആണെങ്കിൽ അത് ഇറ്റ് ഈസ് നോട്ട് ഫിറ്റ് അറ്റ് ഓൾ, റിയലിസ്റ്റിക് അല്ല. 1 എന്ന് പറഞ്ഞാൽ ഏറ്റവും റിയലിസ്റ്റിക് ആണ്, ബെസ്റ്റ് ഫിറ്റഡ് ആണ്. അപ്പോൾ ആർ സ്ക്വയർ വാല്യൂ 1 ആണെങ്കിൽ ആ ഇക്വേഷൻ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇക്വേഷനാണ്, നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് കൃത്യമായിട്ടുള്ള വാല്യൂസാണ് കിട്ടുക, ഫോർകാസ്റ്റ് ചെയ്യാൻ കിട്ടുന്നുണ്ടാവാം. ഇനി ആർ സ്ക്വയർ വാല്യൂ 0 ആണെങ്കിൽ നമുക്ക് ആ മോഡൽ എന്ത് ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി ഇതിൽ പറഞ്ഞിട്ടുള്ള വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആർ സ്ക്വയർ വാല്യൂവിൽ നമ്മൾ വൈ ഇ സ്ക്വയർ ബൈ സിഗ്മ വൈ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് സിഗ്മ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സിഗ്മ വൈ ഡി സ്ക്വയർ പ്ലസ് സിഗ്മ വൈ ഇ സ്ക്വയർ. ദാറ്റ് ഈസ് സിഗ്മ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദി ഡീവിയേഷൻ ഓഫ് ദി വൈ ഒബ്സർവേഷൻ അബൌട്ട് ദി മീൻ വാല്യൂ.
അതുപോലെ തന്നെ വൈ ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻ ഓഫ് വൈ ഒബ്സർവേഷൻ ഫ്രം ദി റിഗ്രഷൻ ലൈൻ. റിഗ്രഷൻ ലൈനിൽ നിന്ന് എത്ര യഥാർത്ഥ വാല്യൂ റിഗ്രഷൻ ലൈൻ വാല്യൂ തമ്മിൽ എത്ര ഡീവിയേഷൻ ഉണ്ട് അതിൻ്റെ സമ്മാണ് വൈ ഡി സ്ക്വയർ. വൈ ഇ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻ ഓഫ് ദി എസ്റ്റിമേറ്റഡ് മാഗ്നിറ്റ്യൂഡ് അബൌട്ട് ദി മീൻ വാല്യൂ. മീൻ വാല്യൂ എസ്റ്റിമേറ്റഡ് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് ആണെന്ത് വൈ ഇ. ദെൻ സിഗ്മ വൈ സ്ക്വയർ എന്ന് അതിൻ്റെ സമ്മിൻ്റെ സ്ക്വയറിൻ്റെ സമ്മാണ്. The ratio of sum of squares explained by regression to total sum of squares is known as coefficient of determination. നമ്മൾ ആർ സ്ക്വയറിനെ പറയുന്ന വേറൊരു പേരാണെന്ത് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് റിഗ്രഷൻ എന്ന് പറയുന്നത്. കോറിലേഷൻ കോഎഫിഷ്യൻ എത്ര കോറിലേറ്റഡ് ആയിട്ടുണ്ട്, ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും എത്ര കോറിലേറ്റഡ് ആയിട്ടുണ്ട് അതാണ് നമ്മൾ ആർ സ്ക്വയർ വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഫ് ആർ സ്ക്വയർ വാല്യൂ ഈസ് 1 ഇറ്റ് ഈസ് ബെസ്റ്റ് കോറിലേറ്റ്, റിലേഷൻ ഗുഡ് ആണ്. ആർ സ്ക്വയർ വാല്യൂ 0 ആണെങ്കിൽ റിലേഷൻ ഈസ് നോട്ട് ഗുഡ്, നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരു സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡലാണ്. മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡൽ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടാകും. ദാറ്റ് ഈസ് വൈ എന്ന് പറഞ്ഞിട്ടുള്ള ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിലേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് a plus b1 x1 plus b2 x2 plus b3 നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം ഒരു സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ കേസാണ്. ഇനി നമുക്ക് സാധാരണ ഉപയോഗിക്കുന്നത് മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡലാണ്. ദാറ്റ് ഈസ് ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ അല്ല, ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടാവും. ദാറ്റ് ഈസ് നമ്മൾ എഴുതുന്നത് ഡിപെൻഡൻറ്റ് വേരിയബിൾ y ഈക്വൽ ടു കഴിഞ്ഞ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരു സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ കേസാണ്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡലാണ്. ദാറ്റ് ഈസ് ഒന്നിൽ കൂടുതൽ എന്തുണ്ട്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ട്. ആർ സ്ക്വയർ വാല്യൂ 0 to 1 ആണ് വേരി ചെയ്യുന്നത്. That is, if r square value is 1, which implies that it is best fit എന്നാണ് അർത്ഥം വരുന്നത്. ഇനി ആർ സ്ക്വയർ വാല്യൂ 0 ആണെങ്കിൽ അത് ഇറ്റ് ഈസ് നോട്ട് ഫിറ്റ് അറ്റ് ഓൾ, റിയലിസ്റ്റിക് അല്ല. 1 എന്ന് പറഞ്ഞാൽ ഏറ്റവും റിയലിസ്റ്റിക് ആണ്, ബെസ്റ്റ് ഫിറ്റഡ് ആണ്. അപ്പോൾ ആർ സ്ക്വയർ വാല്യൂ 1 ആണെങ്കിൽ ആ ഇക്വേഷൻ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇക്വേഷനാണ്, നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് കൃത്യമായിട്ടുള്ള വാല്യൂസാണ് കിട്ടുക, ഫോർകാസ്റ്റ് ചെയ്യാൻ കിട്ടുന്നുണ്ടാവാം. ഇനി ആർ സ്ക്വയർ വാല്യൂ 0 ആണെങ്കിൽ നമുക്ക് ആ മോഡൽ എന്ത് ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി ഇതിൽ പറഞ്ഞിട്ടുള്ള വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആർ സ്ക്വയർ വാല്യൂവിൽ നമ്മൾ വൈ ഇ സ്ക്വയർ ബൈ സിഗ്മ വൈ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് സിഗ്മ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സിഗ്മ വൈ ഡി സ്ക്വയർ പ്ലസ് സിഗ്മ വൈ ഇ സ്ക്വയർ. ദാറ്റ് ഈസ് സിഗ്മ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ദി ഡീവിയേഷൻ ഓഫ് ദി വൈ ഒബ്സർവേഷൻ അബൌട്ട് ദി മീൻ വാല്യൂ. അതുപോലെ തന്നെ വൈ ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സം ഓഫ് ദ സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻ ഓഫ്
വൈ ഒബ്സർവേഷൻ ഫ്രം ദി റിഗ്രഷൻ ലൈൻ. റിഗ്രഷൻ ലൈനിൽ നിന്ന് എത്ര യഥാർത്ഥ വാല്യൂ റിഗ്രഷൻ ലൈൻ വാല്യൂ തമ്മിൽ എത്ര ഡീവിയേഷൻ ഉണ്ട്, അതിൻ്റെ സമ്മാണ് വൈ ഡി സ്ക്വയർ. വൈ ഇ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻ ഓഫ് ദി എസ്റ്റിമേറ്റഡ് മാഗ്നിറ്റ്യൂഡ് അബൌട്ട് ദി മീൻ വാല്യൂ. മീൻ വാല്യൂയും എസ്റ്റിമേറ്റഡ് വാല്യൂയും തമ്മിലുള്ള ഡിഫറൻസ് ആണെന്ത് വൈ ഇ. ദെൻ സിഗ്മ വൈ സ്ക്വയർ എന്ന് അതിൻ്റെ സമ്മിൻ്റെ സ്ക്വയറിൻ്റെ സമ്മാണ്. The ratio of sum of squares explained by regression to total sum of squares is known as coefficient of determination. നമ്മൾ ആർ സ്ക്വയറിനെ പറയുന്ന വേറൊരു പേരാണെന്ത് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് റിഗ്രഷൻ എന്ന് പറയുന്നത്. കോറിലേഷൻ കോഎഫിഷ്യൻ, എത്ര കോറിലേറ്റഡ് ആയിട്ടുണ്ട്, ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും എത്ര കോറിലേറ്റഡ് ആയിട്ടുണ്ട്, അതാണ് നമ്മൾ ആർ സ്ക്വയർ വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇഫ് ആർ സ്ക്വയർ വാല്യൂ ഈസ് 1 ഇറ്റ് ഈസ് ബെസ്റ്റ് കോറിലേറ്റ്, റിലേഷൻ ഗുഡ് ആണ്. ആർ സ്ക്വയർ വാല്യൂ 0 ആണെങ്കിൽ റിലേഷൻ ഈസ് നോട്ട് ഗുഡ്, നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ഇനി നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരു സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡലാണ്. ഇപ്പോൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡലാണ്. അതിൽ ഒന്നിൽ കൂടുതൽ എന്തുണ്ട്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ട്. നമുക്ക് എങ്ങനെ എഴുതാം, y ഈക്വൽ ടു എ പ്ലസ് b1 x1 പ്ലസ് b2 x2 പ്ലസ് b3 x3 പ്ലസ് bn xn എന്ന് എഴുതാം. ദാറ്റ് ഈസ് n നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ട്. മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡൽസിന് ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടാവും. സിംഗിൾ റിഗ്രഷൻ മോഡലാണെങ്കിൽ, സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മോഡലാണെങ്കിൽ അതിൽ ഒറ്റ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളെ പ്രസൻറ്റ് ആവുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ കേസിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇഫ് നമ്പർ ഓഫ് ട്രിപ്പ് പ്രൊഡക്ഷൻ ഈസ് ഡിപെൻഡൻറ്റ് വേരിയബിൾ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായിട്ട് നമ്മൾ ഫാമിലി ഇൻകം മാത്രമേ ഉള്ളൂ എന്നെങ്കിൽ ഇറ്റ് ഈസ് സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ കേസാണ്. ഇനി മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡലിൻ്റെ ഒരു കേസ് പറയുന്നതാണ്. നമ്പർ ഓഫ് ട്രിപ്പ് റെഡ്യൂസ്ഡ് ആണ് ഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിട്ട് വരുന്നത്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആയിട്ട് വരുന്നത് ഫാമിലി ഇൻകം ആവാം. ഫാമിലി ഇൻകം പ്ലസ് ഹൗസ് ഹോൾഡ് സൈസ് പ്ലസ് വെഹിക്കിൾ ഓണർഷിപ്പ്, അങ്ങനെ ഒന്നിൽ കൂടുതലായിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് വരികയാണെങ്കിൽ ഇറ്റ് ഈസ് മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡലാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് കാറ്റഗറി അനാലിസിസ് ആണ്. കാറ്റഗറി അനാലിസിസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ട്രിപ്പ് പ്രൊഡ്യൂസ്ഡ് ബൈ എൻ ഹൗസ് ഹോൾഡ്. ഒരു ഹൗസ് ഹോൾഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്രിപ്സിനെ നമ്മൾ മോഡൽ ചെയ്യുന്നത് കാറ്റഗറി അനാലിസിസ് ആണ്. ഈ കേസിൽ ഇറ്റ് ഹാസ് ബീൻ സോർട്ടഡ് ഇൻ ടു നമ്പർ ഓഫ് സെപ്പറേറ്റ് കാറ്റഗറീസ്. ഹൗസ് ഹോൾഡിനെ നമ്മൾ ഡിഫറെൻറ്റ് കാറ്റഗറി ആയിട്ട് സോർട്ട് ഔട്ട് ചെയ്യണം അക്കോർഡിംഗ് ടു സെറ്റ് ഓഫ് പ്രോപ്പർട്ടീസ്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ബേസ് ചെയ്തിട്ട് നമ്മൾ ഡിഫറെൻറ്റ് കാറ്റഗറി ആയിട്ട് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മൾ ട്രിപ്പ് പ്രൊഡക്ഷൻ മോഡലിങ്ങിന്, ഈ കാറ്റഗറീസാണ് നമ്മൾ ട്രിപ്പ് പ്രൊഡക്ഷൻ മോഡലിങ്ങിന് ഉപയോഗിക്കുന്നത്. ആൻഡ് ദിസ് മെത്തേഡ് ഈസ് ബേസ്ഡ് ഓൺ ദി എസ്റ്റിമേറ്റിംഗ് റെസ്പോൺസ് ഓഫ് ട്രിപ്പ് പ്രൊഡക്ഷൻ പെർ എസോൾഡ് ഫോർ എ ഫംഗ്ഷൻ ഓഫ് ഹൗസ് ഹോൾഡ് അട്രിബ്യൂട്ട്സ്. ഒരു ഹൗസ് ഹോൾഡ് അട്രിബ്യൂട്ടിനെ ബേസ് ചെയ്തിട്ട് എത്ര ട്രിപ്പ് പ്രൊഡ്യൂസ് ചെയ്തു, അതാണ് നമ്മൾ കാറ്റഗറിക്കൽ അനാലിസിസ് ആയിട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ബേസിക് അസംഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്: ട്രിപ്പ് ജനറേഷൻ റേറ്റ് ആർ റിലേറ്റീവ്ലി സ്റ്റേബിൾ ഓവർ എ ടൈം ഫോർ എ സെർട്ടൈൻ ഹൗസ് ഹോൾഡ് സ്ട്രാറ്റിഫിക്കേഷൻ. ഒരു പ്രത്യേക ക്ലാസിഫിക്കേഷൻ ഓഫ് ഹൗസിന് ഒരു പ്രത്യേക ക്ലാസിഫിക്കേഷന് അതിൻ്റെ ട്രിപ്പ് പ്രൊഡക്ഷൻ റേറ്റ് സെയിം ആയിരിക്കും. അതാണ് ബേസിക് അസംഷൻ എന്ന് പറയുന്നത്. And the method find this rate empirically, and for this it needs large amount of data. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ കളക്ട് ചെയ്യേണ്ടി വരും. ഇൻ ഫാക്ട് എ ക്രിട്ടിക്കൽ എലമെൻറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ് ഇൻ ഈച്ച് ക്ലാസ്. നമ്മൾ ഹൗസ് ഹോൾഡ്സിനെ ഈ മോഡൽ മേക്കിങ്ങിൽ നമ്മൾ ഹൗസ് ഹോൾഡ്സിനെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്.
എന്നിട്ട് ഓരോ ക്ലാസിഫിക്കേഷന് നമ്മൾ നമ്പർ ഓഫ് ഡാറ്റ കളക്ട് ചെയ്യണം, ലാർജ് നമ്പർ ഓഫ് ഡാറ്റ കളക്ട് ചെയ്യണം. എത്ര നമ്പർ ഓഫ് ഡാറ്റ കളക്ട് ചെയ്യുന്നോ, നമ്പർ കൂടുന്നോ, അത്രയും നമ്മളെ മോഡൽ വാലിഡ് ആവും. ഇനി ഈ കേസിൽ ട്രിപ്പ് പ്രൊഡക്ഷൻ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് ട്രിപ്പ് പ്രൊഡ്യൂസ്ഡ് ഈക്വൽ ടു പി ഐ ക്യു ഈക്വൽ ടു സിഗ്മ എച്ച് ഐ സി ടി പി സി. പി ഐ ക്യു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നമ്പർ ഓഫ് ട്രിപ്പ് പ്രൊഡ്യൂസ്ഡ് ബൈ സോൺ ഐ ബൈ ട്രിപ്പ് ക്യൂ പീപ്പിൾ, ടൈപ്പ് ക്യൂ പീപ്പിൾ. ആൻഡ് എച്ച് ഐ സി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്സ് ഇൻ സോൺ ഐ ഇൻ ദി കാറ്റഗറി സി. ടി പി സി എന്ന് പറഞ്ഞാൽ ട്രിപ്പ് പ്രൊഡക്ഷൻ റേറ്റ് ഓഫ് ഹൗസ് ഹോൾഡ് കാറ്റഗറി സി. നമ്മൾ കാറ്റഗറിക്കലായിട്ടാണ് ഇത് അനലൈസ് ചെയ്യുന്നത്. ഹൗസിനെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്പർ ഓഫ് ട്രിപ്പ് പ്രൊഡ്യൂസ്ഡ് ഈ ഒരു അനാലിസിസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി അട്രാക്ഷൻ്റെ ഒരു എസ്റ്റിമേഷൻ്റെ ഒരു ഉദാഹരണമാണ്, ഒരു എക്വേഷനാണ് എ ജെ ഈക്വൽ ടു ബി ജെ സി പ്ലസ് ടി എ സി. എ ജെ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് വർക്ക് ട്രിപ്പ് അട്രാക്റ്റഡ് ബൈ സോൺ ജെ. ബി ജെ സി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ കാറ്റഗറി സി. ടി എ സി എന്ന് പറഞ്ഞാൽ ട്രിപ്പ് റേറ്റ് എംപ്ലോയ്മെൻറ്റ് ഇൻ കാറ്റഗറി സി. നമ്മൾ ഈ കാറ്റഗറിക്കൽ അനാലിസിസിൽ ഓരോ കാറ്റഗറിയുള്ള ട്രിപ്പ് പ്രൊഡക്ഷനാണ് കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് എത്ര കാറ്റഗറിയിൽ, ഈ കാറ്റഗറിയിൽ എത്ര ഹൗസ് ഹോൾഡ്സ് ഉണ്ട് എന്ന് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര ടോട്ടൽ നമ്പർ ഓഫ് ട്രിപ്സ് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഓരോ കാറ്റഗറിയിലും ഇത്ര നമ്പർ ഓഫ് ട്രിപ്പ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ കാറ്റഗറിയിൽ ഫോർ എക്സാമ്പിൾ എ എന്നുള്ള കാറ്റഗറി ഹൗസ് ഹോൾഡിൽ 4 നമ്പർ ഓഫ് ട്രിപ്സ് ഉണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ മോഡലിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ കാറ്റഗറി ഒരു 10, ഇങ്ങനത്തെ കാറ്റഗറിയിൽ 10 ഹൗസ് ഹോൾഡ് ഉണ്ടെങ്കിൽ 4 × 10 40 ട്രിപ്പ് പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ കാറ്റഗറിക്കൽ അനാലിസിസിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ക്രോസ് ക്ലാസിഫിക്കേഷൻ ഗ്രൂപ്പിംഗ്സ് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് സോൺ സിസ്റ്റം ഓഫ് സ്റ്റഡി ഏരിയ. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് സോൺ സിസ്റ്റം ഓഫ് ദി സ്റ്റഡി ഏരിയ. ആ സ്റ്റഡി ഏരിയ ഏത് തരത്തിലാണെന്നൊന്നും നമ്മളെ ക്ലാസിഫിക്കേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. രണ്ടാമത്തത് നോ പ്രിയർ അസംഷൻ അബൌട്ട് ദി ഷേപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആർ റിക്വയർഡ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നില്ല, ഈ ലീനിയർ ആയിട്ടുള്ള റിലേഷനാണ് അല്ലെങ്കിൽ കർവി ലീനിയർ ആയിട്ടുള്ള റിലേഷനാണെന്ന് അസ്യൂം ചെയ്യുന്നില്ല. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജിനായിട്ടാണ് വരുന്നത്. നോ പ്രിയർ അസംഷൻ, നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുന്നില്ല, നമ്മൾ സ്വാഭാവികമായിട്ട് വരുന്നുള്ള ഒരു റിലേഷനാണ്. തേർഡ്, റിലേഷൻഷിപ്പ് ക്യാൻ ഡിഫർ ഇൻ ഫോം ഫ്രം ക്ലാസ് ടു ക്ലാസ്. ഇനി ഓരോ ക്ലാസ് ടു ക്ലാസ് അതിൻ്റെ റിലേഷൻഷിപ്പ് വ്യത്യാസം വരാം. ഓരോ ക്ലാസ്സും ഡിഫറെൻറ്റ് രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ട്രിപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി ഡിസഡ്വാൻറ്റേജസ് ഓഫ് കാറ്റഗറിക്കൽ മോഡലിംഗ്. കാറ്റഗറിക്കൽ അനാലിസിസിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. ഇറ്റ് ഡസ് നോട്ട് പെർമിറ്റ് ദി എക്സ്ട്രാപ്പുലേഷൻ ബിയോണ്ട് ഇറ്റ്സ് കാലിബ്രേഷൻ സ്ട്രാറ്റ. ആ കാലിബ്രേഷൻ നമ്മൾ എത്ര വാല്യൂസിനാണ് നമ്മൾ കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് കഴിഞ്ഞിട്ടുള്ള ഡാറ്റയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ദർ ഇസ് നോ സ്റ്റാറ്റിസ്റ്റിക്കൽ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് മെഷർ ഫോർ ദിസ് മോഡൽ. എത്ര കണ്ട് ഫിറ്റാണ്, അതിനുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ഒന്നുമില്ല. നമ്മൾ നേരത്തെ റിഗ്രഷൻ അനാലിസിസിൽ R² കുറിച്ച് പറഞ്ഞു. R² 1 ആണെങ്കിൽ ദാറ്റ് ഈസ് ഗുഡ് ഫിറ്റാണ്, ഇറ്റ് ഈസ് ഫിറ്റ്സ് ഗുഡ്. അങ്ങനത്തെ കേസൊന്നും നമുക്ക് കാറ്റഗറിക്കൽ അനാലിസിസിൽ പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ അൺഡ്യൂലി ലാർജ് സാമ്പിൾസ് ആർ റിക്വയർഡ്. കുറേ വലിയൊരു സാമ്പിൾ ഈ ഒരു കാറ്റഗറിക്കൽ മോഡൽ ഉണ്ടാക്കണമെങ്കിൽ വി നീഡ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ റിക്വയർഡ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് there is no effective way to choose among the variables for classification or choose best grouping of a given variable. ഒരു നമ്മൾ ഉപയോഗിക്കുന്ന വേരിയബിൾ ഏതൊക്കെയാണ് വേരിയബിൾസ് ഉപയോഗിക്കേണ്ടത്, അതിന് എങ്ങനെയാണ് ആ വേരിയബിൾസ് തിരഞ്ഞെടുക്കേണ്ടത്, അതിനൊരു ബെസ്റ്റ് മെത്തേഡ്സ് ഒന്നും നമുക്ക് അവൈലബിൾ അല്ല. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.